ഒരു പാത്രത്തിൻ്റെ 3/4 ഭാഗം വെള്ളമെടുത്തപ്പോൾ 1.5 ലിറ്ററായി. പാത്രത്തിൽ നിറയെ വെള്ളമെടുത്താൽ എത്ര ലിറ്റർ ആകും? അപ്പോൾ 3/4 ഭാഗം എടുത്തപ്പോൾ 1.5 ലിറ്ററായി. 3/4 ഭാഗം എടുത്തപ്പോൾ എത്രയായി? 1.5 അല്ലെങ്കിൽ 1.5 ലിറ്റർ. നമുക്ക് ഈ 3/4 പറഞ്ഞാൽ അതിനെ 3 × 1/4 എന്ന് എഴുതാം അല്ലേ? 3/4 3 × 1/4 ഭാഗം. അതായത് കാൽഭാഗങ്ങൾ 3 കാൽഭാഗം ചേർന്നാൽ 3 കാൽഭാഗം ചേർന്നാൽ എത്രയാണ്? 1.5 ലിറ്ററാണ്. അപ്പോൾ കാൽഭാഗം എത്രയായിരിക്കും? ഇത് 3 കാൽഭാഗങ്ങൾ ചേർന്നാണ്. അപ്പോൾ കാൽഭാഗം പറയണത് 1.5നെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. ആയതുകൊണ്ട് കാൽഭാഗം എന്ന് പറയണത് എന്താണ്? 1.5/3 ഹരിക്കുമ്പോൾ 1ൽ 3 പൂല്യ 0, പിന്നെ പോയിൻ്റായി 15ൽ എത്രയാണ്? I3 15 ലിറ്റർ അല്ലേ? അപ്പോൾ കാൽഭാഗം എത്ര? 1/2 ലിറ്ററാണ്. കാൽഭാഗം 0.5 പറഞ്ഞാൽ അരയാണ്. അപ്പോൾ കാൽഭാഗം 1/2 ലിറ്റർ ആണെങ്കിൽ മുഴുവൻ എത്രയായിരിക്കും? ഇതിന് 4, ഇത് കാൽഭാഗമേ ഉള്ളൂ 1/2 ലിറ്റർ. അപ്പോൾ മുഴുവൻ എത്രയായിരിക്കും? ഇതിനെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. ആയതുകൊണ്ട് മുഴുവൻ, അതായത് മുഴുവൻ വെള്ളം എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? ഇതിനെ 4 കൊണ്ട് ഗുണിക്കുക. 0.5 × 4. അരയെ 4 കൊണ്ട് ഗുണിച്ചാൽ 2 വരും. അരയെ 4 കൊണ്ട് ഗുണിച്ചാൽ 2. അല്ലെങ്കിൽ നമുക്ക് ഗുണിച്ച് നോക്കിയാൽ മതി. 4 5 20 എന്നിടുക. എന്നിട്ട് ഒരു ദശാംശ സ്ഥാനം നീക്കുമ്പോൾ എന്ത് കിട്ടും? ഉത്തരം 2 ലിറ്റർ.